and maintained by man. This is an example of an artificial ecosystem that is in a larger scale, and this is a terrarium. This is an example of another man-made ecosystem, but that is in a smaller scale. Terrarium is a collection of plants that are grown in a glass enclosed container. Growing a plant in a container can be easy and to maintain for. Different types of container and plants can be taken for this purpose, whatever is available to you. Apart from plants, pebbles, twigs or bark can be used to create miniature scenes inside the terrarium. Creating a terrarium as an indoor activity can be pleasurable to you, your friends and family. Also, terrariums are emerging as a great idea for gifts. ടെറേറിയം എന്താണ് നമ്മൾ കണ്ടു. ഇനി ഒരു ബൾബ് ഉപയോഗിച്ച് ഒരു ടെറേറിയം എങ്ങനെ നിർമ്മിക്കാൻ നമുക്ക് നോക്കാം. ബൾബ് ടെറേറിയം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ബൾബ് ആവശ്യമുണ്ട്. ബൾബ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം, രണ്ട് തരം ബൾബ് ഉണ്ട്. സെയിം സാധനം തന്നെയാണ്, പക്ഷേ ഇത് കംപ്ലൈൻ്റ് ആകുമ്പോൾ അഥവാ ഫ്യൂസ് ആകുമ്പോൾ ഇത് ക്ലൗഡി ആയി പോവുകയാണ്. അപ്പോൾ ഈ ക്ലൗഡി ആയ ബൾബ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് സൺലൈറ്റ് കയറാതെ നമ്മുടെ ടെറേറിയം ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ബൾബ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല ക്ലിയർ ആയ ഇങ്ങനത്തെ ബൾബാണ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കത് നല്ല ക്ലിയർ ആണ്, ഒരു കുഴപ്പമില്ല, യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കാം. നമുക്ക് ഈ ബൾബ് കട്ട് ചെയ്യാം. ബൾബ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഏരിയ ഒരു ഫൈബർ മെറ്റീരിയലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിത് പൊളിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, നമ്മളിത് ഒരു ആക്സ് പിടിച്ചിട്ട് ഈ ഒരു ഏരിയ കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്കത് കട്ട് ചെയ്യാൻ അങ്ങനെ നോക്കാം. കട്ട് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് നമുക്ക് നോക്കാറുണ്ടോ, നമ്മൾ ഇത് മൊത്തം സർക്കിളായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. എടുക്കാൻ വേണ്ടി നമുക്കൊരു പ്ലെയർ വെച്ചിട്ട് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് സാധനം ഇതിങ്ങനെ പുറത്തേക്ക് എടുക്കാം. ഇത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ഇതാണ്. ആ ഒരു വ്യൂ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗ്ലാസ് അത് നമുക്ക് പൊട്ടിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് പൊട്ടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സിസേഴ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഏരിയ മൊത്തം പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പുറത്തെടുക്കണം. ഇപ്പോൾ നമ്മൾ മൊത്തം ഡെംപ്റ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെറർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബൾബ് അഥവാ നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടെയ്നർ റെഡിയാണ്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഒരു കോർക്ക് വെച്ചിട്ട് അടച്ചു കഴിഞ്ഞാൽ ഇതൊരു ക്ലോസ്ഡ് കണ്ടെയ്നറായി. അപ്പോൾ അതോടെ നമ്മുടെ കണ്ടെയ്നർ റെഡി കഴിഞ്ഞ് നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ സോയിലാണ് ആഡ് ചെയ്യേണ്ടത്. സോയിലിന് മുമ്പ് നമ്മൾ ആദ്യം ചാർക്കോൾ ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് ലെയറായിട്ട് ചാർക്കോൾ ആഡ് ചെയ്യണം. ചാർക്കോൾ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ എക്സസ് ആയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ മോയ്സ്ചർ ഉണ്ടെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാർക്കോൾ ആഡ് ചെയ്തിട്ട്. ചാർക്കോൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെയറായിട്ട് നമ്മൾ ഈ വെള്ളറങ്ങൽ ആഡ് ചെയ്യണം. കല്ല് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സൈഡിലോട്ട് ബൾബ് സരിച്ചിട്ട് ആഡ് ചെയ്തിരിക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ സോയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ സോയിലിൽ ഉണങ്ങിയ ചാണകവും പിന്നെ ചകിരിച്ചോറും ഈക്വൽ പ്രപ്പോർഷനിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ സോയിലെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് പ്ലാന്റിങ് നോക്കാം. ഞാൻ ഇന്ന് ടെറേറിയത്തിൽ ഉപയോഗിക്കുന്ന ചെടികളെ പറ്റിയും ആ ചെടികൾ എങ്ങനെ ടെറേറിയത്തിൽ വെക്കാന്നുള്ളതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സാധാരണ ടെറേറിയത്തിൽ വെള്ളം കുറവ് ഉള്ള ചെടികളാണ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ വളർച്ച കുറവുള്ള ചെടികളാണ് ടെറേറിയത്തിൽ ഉപയോഗിക്കുക. ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ടെറേറിയത്തിൻ്റെ മോഡലാണ്. ഞാനിതിൽ വെക്കുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണ് കാണിക്കുക. ഒന്ന് ഞാനിത് സിങ്കോണിയാണ്. ഇത് ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതാണ് ഒന്ന് വെക്കുന്നത്. പിന്നെ ഇത് ഒരു 10 മണി ചെടിയാണ്. ഇത് അധികം വെള്ളമൊന്നും വേണ്ടാത്ത ചെടിയാണ്. പിന്നെ ഒരു ഫേണാണ്. ഇതാണ് ഞാൻ വെക്കുന്നത്.
2 ദിവസം കൂടുമ്പോഴാണ് ഇത് നനച്ചു കൊടുത്താൽ മതി. ഇത് അധികം വെള്ളം വേണ്ടാത്തതുകൊണ്ട് നമ്മൾ 2 ദിവസം കൂടുമ്പോൾ ആവശ്യമുണ്ടോ നോക്കിയിട്ട് നനച്ചു കൊടുത്താൽ മതി. വല്ലാണ്ട് ഉണങ്ങി കാണുകയാണെങ്കിൽ മാത്രം നമ്മൾ നനച്ചു കൊടുക്കുക. അത് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിന്. പിന്നെ ഇത് ഇവിടെ ഒരു ബൾബ് തന്നെ പൊട്ടിയത് കൊണ്ട് ഇതൊരു ഓപ്പൺ ടെററിയം പോലെ നിൽക്കും. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. മറ്റേതാണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. Now let's see about the care and maintenance of terrarium. Coming to this, friends, it's quite easy to maintain terrarium once you have planted it successfully. It depends on the plant you have taken. If the plant is moss, you have to water it once in a week, while if the terrarium is of tree, you have to water twice in a week. It also depends on the surrounding temperature or environment, how it is the temperature. And the second one thing is about the sunlight. You have to avoid direct sunlight or any diffuse sunlight, and also take care about the any nearby artificial source of light. And the third one, most important thing, if you see the growth is too much, you have to prune or pinch. And if also you can see if there is any symptom like browning, yellowing kind of symptoms seen in lips, this one is the starter, so you can't see any symptoms. If you see any symptoms like browning, yellowing, you have to pinch or pruning if it is necessary. That's all about the care and maintenance of the terrarium. ടെറേറിയം എങ്ങനെ ഉണ്ടാക്കുക, അതുപോലെ തന്നെ അതിൻ്റെ കെയർ ആൻഡ് മെയിൻ്റനൻസ്, അതിൽ ഉപയോഗിക്കേണ്ട പ്ലാന്റ്സ്, അതുപോലെ അതിൽ ഉപയോഗിക്കേണ്ട സോയിൽ ഒക്കെ നമ്മൾ കണ്ടു. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് എല്ലാവരും വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം.